അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ യൂണിയൻ അൽഗോറിതം. നമ്മൾ യൂണിയൻ അൽഗോറിതം എന്താണെന്നുള്ളത് പഠിച്ചു, അല്ലെ? യൂണിയൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സെറ്റുകളെ ഒരുമിച്ച് കൂട്ടാനായിട്ടുള്ളതാണ് യൂണിയൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എലമെൻസിനെ നോഡായിട്ട് കാണുവാണ്. ഓരോ നോഡിൻ്റെ പേരൻറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ റൂട്ട് നോഡിന് -1 നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ പേരൻറ്റിനെ അപ്ഡേറ്റ് ചെയ്യുവാണ് യൂണിയൻ കഴിഞ്ഞിട്ട്. നമ്മൾ അൽഗോറിതത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ലെറ്റ് us ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ബിഹൈൻഡ് ഇറ്റ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ കൺസെപ്റ്റ്? ഐ ആം ഡൂയിങ് യൂണിയൻ ഓഫ് 1,3. ഇവിടെ 1,3 യൂണിയൻ ചെയ്യുമ്പോഴത്തേനും എൻ്റെ 1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മൈ റൂട്ട് നോഡ്, ആൻഡ് ഈ 3 എന്ന് പറയുന്നത് ഞാൻ സബ് ട്രീ ആക്കാനായിട്ട് വെച്ചേക്കുന്ന നോഡാണ്, അല്ലേ? അപ്പം 1ഉം 2ഉം കൂടെ ഞാനിവിടെ ഒരു സെറ്റ്, 3ഉം 4 എന്ന് പറയുന്നത് അടുത്ത സെറ്റ്. So, I am performing union operation on these two separate disjoint sets in such a way that the third one, it points to 1. അതായത് parent of 3 will be our root node, that is 1 will be 1. അപ്പോൾ അതാണ് നമ്മളുടെ കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഈ അൽഗോരിതം ഒന്ന് നോക്കിക്കേ. സിമ്പിൾ യൂണിയൻ I, J. അപ്പം I എന്ന് പറയുന്നത് എൻ്റെ 3ഉം 1ഉം J എന്ന് പറയുന്നത് എൻ്റെ 3യുമാണ്. സോ പേരൻറ്റ് ഓഫ് J ഇസ് ഈക്വൽ ടു പേരൻറ്റ് ഓഫ് 3 ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു സെറ്റ് ജോയിൻ ചെയ്തതിന് മുൻപ് അതിന് ശേഷമുള്ള പേരൻസിനെ നോക്കാം. സോ P ഓഫ് I, ഞാൻ അറേ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 4 എലമെൻറ്റ്സ് നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, 2, അപ്പോൾ 1, 2, 3 ആൻഡ് 4. 2വിൻ്റെ പേരൻ്റ് ആരാണ്? 1 ആണ്, അല്ലേ? 4ൻ്റെ പേരൻ്റ് 3. 1ൻ്റെ പേരൻ്റ് ആരുമില്ല, ഇത് -ആണ്. ആൻഡ് ഹൗ മെനി എലമെൻറ്റ് ഇസ് ദെയർ ഇൻ ദിസ് സെറ്റ്? ഈ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2. സോ ഇറ്റ് ഇസ് -2. ഇനി അടുത്തത് എന്താണ്? 3യുടെ കാര്യമാണ്. 3 അഗെയിൻ അതൊരു റൂട്ട് നോഡാണ് ഈ ഒരു സെറ്റിൽ. ഇത് കണ്ടോ, എൻ്റെ സെറ്റ് 2 ആണ്, അതിലെ റൂട്ട് നോഡാണ് 3. 2 എലമെൻ്റ് ആണുള്ളത്, സോ -2. ഇനി ഈ യൂണിയൻ സംഭവിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? മൈ P ഓഫ് 3 വിൽ ബി 1. P ഓഫ് 3 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഞാനിവിടെ കണക്ട് ചെയ്യുവാണ്, 1 ആയിരിക്കും. ഇനി എങ്ങനെയാണ് എൻ്റെ പേരൻറ്റ് ആഫ്റ്റർ യൂണിയൻ, എങ്ങനെയാണ് എൻ്റെ പേരൻസ് മാറാൻ പോകുന്നതെന്ന് നോക്കാം. 1, 2, 3 ആൻഡ് 4. അപ്പം 2ൻ്റെ പേരൻറ്റ് 1 ആണ്, 4ൻ്റെ പേരൻറ്റ് 3 ആണ്, 3യുടെ പേരൻറ്റ് 1 ആണ്. 1ൻ്റെ പേരൻറ്റ് അല്ലെങ്കിൽ 1ൻ്റെ റിസൾട്ട് എത്രയാണ്? -1 ആണ്. റൂട്ട് നോഡ് നമ്മൾ കൊടുക്കുന്നത്, അല്ലേ? മൈനസ് ഹൗ മെനി നമ്പർ ഓഫ് നോഡ്സ് ആർ ദർ? 4 നോഡ്സ് ആർ ദർ. അപ്പം ഇങ്ങനെ ആയിരിക്കും നമ്മളൊരു സിമ്പിൾ യൂണിയൻ ചെയ്യുമ്പോഴത്തേനും മാറുന്നത്. ഇതിൻ്റെ അൽഗോരിതം വളരെയേറെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് 3 മാർക്കിലൊക്കെ ഇത് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സിമ്പിൾ യൂണിയൻ അൽഗോരിതത്തിന് എടുക്കുന്ന ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O ഓഫ് n ആണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് വെയ്റ്റഡ് യൂണിയൻ ആണ്. വെയ്റ്റഡ് യൂണിയൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ യൂണിയൻ ഓപ്പറേഷൻ തന്നെയാണ്, പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. വി ചെക്ക് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഈച്ച് സെറ്റ്. അപ്പം ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം നമ്പേഴ്സ് എലമെൻറ്റ്സ് ഉള്ള ഏത് സെറ്റാണോ ദാറ്റ് വിൽ ബി മൈ പേരൻറ്റ് സെറ്റ്, ആൻഡ് ദെൻ ദ ലീസ്റ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള സെറ്റ് ഏതാണോ ദാറ്റ് വിൽ ബി മൈ ചൈൽഡ് സെറ്റ്. ഇവിടുത്തെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് എ സ്മോളർ ട്രീ ദ സബ്സെറ്റ് ഓഫ് എ ലാർജർ ട്രീ. അതാണ് നമ്മളുടെ ഇവിടുത്തെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് വെയ്റ്റഡ് യൂണിയൻ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കുകയും നമുക്കൊരു S1 ഉണ്ട്, S2 ഉണ്ട്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് മൈ S1 വിൽ ബി ദ പേരൻറ്റ് ട്രീ ആൻഡ് S2 വിൽ ബി മൈ ചൈൽഡ് ട്രീ. ഇനി ഇവരെങ്ങനെയാണ് ഞാൻ യൂണിയൻ ചെയ്യുന്നത്? ഐ ആം ഗിവിങ് മൈ വെയ്റ്റഡ് യൂണിയൻ 1,5. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് ലാർജസ്റ്റ് ട്രീ ഏതാണെന്ന് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ലാർജസ്റ്റ് ട്രീ ഇതാണ് എന്നെനിക്ക് മനസ്സിലായി, ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് മോർ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. നൗ ഐ വിൽ ആഡ് ദിസ് സബ് ട്രീ ഇൻ സച്ച് എ വേ ദാറ്റ് ഈ ട്രീയുടെ പേരൻറ്റ് വിൽ ബി മൈ ഫസ്റ്റ് ട്രീ. അതായത് നമ്മൾ യൂണിയനിൽ പഠിച്ച അതേ സാധനം തന്നെ, പക്ഷേ ഇത്രയേ ഉള്ളൂ, കുറവ് എലമെൻറ്റ്സ് ഉള്ള ട്രീ ഏതാണോ ദാറ്റ് വിൽ ബി മൈ ചൈൽഡ്, മറ്റേത് പേരൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഇത് P ഓഫ് I വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഇത് നമുക്ക്
അറേ റെപ്രസെൻറ്റേഷൻ ചെയ്യുമ്പോഴത്തേന് 1 2 3 4 5 6 7. ഓക്കെ, ഇതാണ് മൈ ബിഫോർ യൂണിയൻ ആയിട്ടുള്ള സാധനവും ഈ സെയിം സാധനം ആഫ്റ്റർ യൂണിയൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ച് ചെറുതാക്കുവാണേ. സോ ദിസ് ഇസ് മൈ ആഫ്റ്റർ യൂണിയൻ. ഓക്കെ, ബിഫോർ യൂണിയന് 2ൻ്റെ പേരൻറ്റ് എന്താണ്? 1 ആണ് അല്ലേ? 3യുടെ പേരൻറ്റ് 1, 4ൻ്റെ പേരൻറ്റ് 1. 1ൻ്റെ എന്താണ് നോഡ് എത്രയാണ്? -y, ബിക്കോസ് ഇറ്റ് ഇസ് എ റൂട്ട് നോഡ്. ഓക്കെ, -4 ആണ്. എന്തുകൊണ്ടാണ്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സെറ്റ്. ഇനി അടുത്തത് 6നും 7നും എന്താണ്? 5 ആണ് പേരൻ്റ് അല്ലേ? 5യുടെ എന്താണ് നമ്പർ? -3. വൈ? ബിക്കോസ് 5 ഇസ് ദ റൂട്ട് നോഡ് ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് ഇൻ ദ സെറ്റ് ഇസ് 3. ഓക്കെ, ഇനി അടുത്തത് യൂണിയൻ ചെയ്ത് കഴിയുമ്പം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അൽഗോറിതം വെച്ചിട്ട് എഴുതിയിട്ട് നമുക്ക് നോക്കാം. സോ വാട്ട് ആർ വി ഡൂയിങ് ഹിയർ? വി ആർ ഡൂയിങ് ദി വെയ്റ്റഡ് യൂണിയൻ ഓഫ് 1 ആൻഡ് 5. അപ്പം നമ്മളുടെ I എന്ന് പറയുന്നത് 1ഉം J എന്ന് പറയുന്നത് 5ഉം ആണ്. നൗ ഐ ആം ക്രിയേറ്റിംഗ് എ വേരിയബിൾ ടെംപ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഹോൾഡ്സ് ദി കൗണ്ട് ഓഫ് PI ആൻഡ് PJ. അതായത് നമ്മളുടെ ith, ഇപ്പോൾ PI എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ റൂട്ട് നോഡ് എന്താണ്? ബേസിക്കലി വിത്ത് എ നെഗറ്റീവ് ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് ആണല്ലോ. വാട്ട് ഈസ് മൈ PI? ദാറ്റ് ഈസ് -4 പ്ലസ് വാട്ട് ഈസ് മൈ PJ? P of 5 എന്താണ്? -3. ദാറ്റ് മീൻസ് മൈ ടോട്ടൽ ടെമ്പിൽ ഹോൾഡ് ചെയ്യുന്ന വാല്യൂ -7 ആയിരിക്കും. ഓക്കെ, ദാറ്റ് മച്ച് ഇസ് ക്ലിയർ. ഇനി അടുത്തത് PI ആണോ PJ ആണോ ഗ്രേറ്റർ? അതായത് ഐത്തിലാണോ ജെത്തിലാണോ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ളത്? മൈനസ് ആണ് ഇവിടെ ഉള്ളത്. സോ ഇവിടെ നമുക്ക് ഉള്ളത് ഇപ്പം ഇതിനകത്ത് നമ്മൾക്ക് 5 ആയിരിക്കും ഗ്രേറ്റർ ആയിട്ട് കാണിക്കും, ബിക്കോസ് -3 ഈസ് ഗ്രേറ്റർ ദാൻ -4. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ദിസ് കണ്ടീഷൻ. ഓക്കെ, അപ്പം 5 ചെറിയ ട്രീ ആണ്, 1 ഉള്ള റൂട്ട് നോഡ് ഉള്ളത് വലിയ ട്രീ ആണെന്നുണ്ടെങ്കിൽ P of I is equal to temp. P of I is equal to temp. ഓക്കെ, ടെംപ് എന്താണോ P of I. P of J is equal to I. അതായത് നമ്മളുടെ 5 ഇറ്റ് വിൽ പോയിന്റ് ടു മൈ ith എലമെൻറ്റ്, ദാറ്റ് ഈസ് 1. പിടികിട്ടിയോ? P of J is equal to I. ബാക്കിയുള്ളതെല്ലാം നമുക്ക് മുന്നത്തെ ഇതെടുത്ത് തന്നെ എന്താണ് ഫില്ലിൻ ചെയ്ത് പോകാം. സോ ഇതിൻ്റെ ഒരു ട്രീ ഒന്ന് വരച്ചേ. ഇതിൻ്റെ ട്രീ വരയ്ക്കുമ്പോൾ യു വിൽ ഗെറ്റ് എക്സാക്ട്ലി ദിസ് വൺ. ഈ ഒരു ഗ്രാഫായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സോ ദാറ്റ് ഈസ് ദി അൽഗോറിതം ഫോർ വെയ്റ്റഡ് യൂണിയൻ. വളരെ ഈസിയാണ്. സോ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണ്? ഒരു ലാർജർ ട്രീയിൽ നിന്നും ആ ഒരു ലാർജർ ട്രീ സ്മോളർ ട്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്മോളർ ട്രീ മസ്റ്റ് ബി ദി സബ് ട്രീ ഓഫ് ദി ലാർജർ വൺ. അതാണ് വെയ്റ്റഡ് യൂണിയൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്.